സ്നേഹനിധികളായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ പുറകിൽ ആത്മീക ശുശ്രൂഷയിൽ നിലനിൽക്കുന്ന കുറച്ച് സഹോദരങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. അന്നേരം അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സംസാരത്തിൻ്റെ ഇടയിൽ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരിൽ ചിലർ പറഞ്ഞ ഒരു വിഷയം, ദൈവം നമ്മളെ മനോഹരവും ശ്രേഷ്ഠവും ശക്തിയേറിയതുമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ അവർക്ക് തങ്ങൾക്ക് തന്നെ നേരിടുന്ന ടെംപ്റ്റേഷൻസിനെ ജയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ശുശ്രൂഷയിൽ അവർക്ക് കിട്ടാതെ പോകുന്നു. അന്നേരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധമായ അഭിഷേകത്തിൽ, വിളിയിൽ എങ്ങനെ അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടാതെ നിൽക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഒരുപാട് പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മതിയാകുകയില്ല. നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വെല്ലുവിളികളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ ബലപ്പെടുത്തിയ വിധങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ കുറച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും കർത്താവിൻ്റെ വചനപ്രകാരവും നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയുന്ന കുറച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിമത്തായ നിലനിൽപ്പിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ആത്മിക രഹസ്യങ്ങൾ കൈമാറാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തിയെയും അതിൻ്റെ രഹസ്യങ്ങളെയും കുറിച്ചാണ്. വിശുദ്ധ ജീവിതം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു ജീവിതമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ലൈഫാണ് വിശുദ്ധ ജീവിതം. എന്നാൽ ദൈവം നമ്മളെ കുറവുകളും കുറ്റങ്ങളുമുള്ള ഒരു ജീവിത അവസ്ഥയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കിയുള്ള പുതുജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ വേർതിരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന സകലരെയും കർത്താവ് വിശുദ്ധരായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. എന്നാലും പാപത്തിൻ്റെ സുഖമറിഞ്ഞ് ജീവിച്ച നമ്മൾ, ജഡത്തിൻ്റെ താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുത്തി നിന്ന നമ്മൾ ഈ പുതിയ ജീവിതാവസ്ഥയിലേക്ക് മാറുമ്പോൾ പഴയതിലേക്ക് പോകാതെ നമ്മളുടെ ആത്മീക ജീവിതത്തിൻ്റെ നിലനിൽപ്പ് കർത്താവിൽ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതിന് നമ്മൾ തന്നെ ഒരു പ്രിക്കോഷൻസ് എടുക്കാറുണ്ട്. സ്വയം നമ്മൾ തന്നെ ഒന്ന് ഒരുങ്ങി നിൽക്കാറുണ്ട്, നമ്മളെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ആ ശ്രദ്ധയിൽ നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാം, നമ്മളെ വഷളാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്. ആ വഷളാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവ്വം ഒഴിഞ്ഞ് കർത്താവിനോട് കൂടുതലായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ശൈലി പിന്തുടരും. സത്യത്തിൽ അങ്ങനെ കർത്താവിനോട് കൂടുതലായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ ജീവിത അവസ്ഥയാണ് സമൂഹത്തിൽ പൊതുവെ വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്നൊക്കെ ആൾക്കാർ നിഷ്കർഷിക്കുന്നത്. തെറ്റല്ല, ശരി തന്നെയാണ്. അതിൻ്റെ ഒരു പ്രായോഗിക തലവും അതുതന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ കൂടുതൽ ഊർജ്ജസ്വലമായ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങൾ നമ്മളോട് പറയുന്നു, ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതായത് നമ്മൾ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ തിരുവചനം നമ്മളോട് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ രഹസ്യം, ശക്തിയുടെയും വിജയത്തിൻ്റെ രഹസ്യം ഈ പറയപ്പെടുന്ന ദൈവത്തോട് ഒട്ടിച്ചേർന്നുള്ള വിശുദ്ധ ജീവിതം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ആത്മീക രഹസ്യങ്ങളിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൂടുതലായി ചേർന്ന് നിന്ന് ഈ ഒരു ജീവിതം ആരംഭിച്ച് നമ്മൾ അതിന് കൂടുതലായി ശ്രദ്ധ ചെലുത്തി തുടങ്ങുമ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ലെവല് മാറും. നമ്മുടെ പ്രോഫറ്റിക്കൽ വിഷൻസിന് ഭയങ്കരമായിരിക്കുന്ന ആക്യുറസി ഉണ്ടാകും. നമ്മൾക്ക് സാധാരണ മനുഷ്യർക്ക് കാണാൻ വയ്യാത്ത നിഗൂഢമായിരിക്കുന്ന ആത്മലോക രഹസ്യങ്ങളെ കാണാനുള്ള ഒരു വലിയ ശക്തി ലഭിക്കും. അദൃശ്യമായ ലോകത്തിൻ്റെ പല സുവർണവാതിലുകളും നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരും. അങ്ങനെ പ്രത്യേകം തന്നോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവർക്ക് മാത്രമായി ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന നിസ്തുല്യവും ശ്രേഷ്ഠവുമായിരിക്കുന്ന അതുല്യമായിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് കരയേറി ചെല്ലാൻ അത് നമ്മളെ സഹായിക്കും. അതുമാത്രവുമല്ല, സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു
ഓർഡിനറി എക്സ്പീരിയൻസുകളിൽ നിന്നെല്ലാം വിഭിന്നമായി ആത്മനദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ന് വരെയും മറ്റുള്ളവർക്കൊക്കെ കേട്ടുകേൾവി മാത്രമുള്ള പരിശുദ്ധാത്മാവുമായി ചേർന്നുള്ള ആത്മീയ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അത് നമ്മളെ സഹായിക്കും. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പല പൈശാചിക വെല്ലുവിളികൾ നമ്മൾ ശാസിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയന്നോടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സാധിക്കുന്നത് ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ കയറി വരുമ്പോഴാണ്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവുമായുള്ള അടുപ്പമാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ആ സൗരഭ്യമെന്ന് പറയില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നുള്ള അടുപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക്, ശരീരത്തിലേക്ക് ദൈവികമായിരിക്കുന്ന ഗ്ലോറിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഇങ്ങ് പകർന്നു തരികയും നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ സമയങ്ങളിൽ നമ്മളിലേക്ക് ആത്മാവിൻ്റെ പകർച്ച അധികമായി സംഭവിക്കുകയും നമ്മൾ പോലും അറിയാതെ നമ്മൾ പാപത്തെ വെറുത്ത് നമുക്ക് ജയിക്കാൻ കഴിയാത്ത ശാരീരിക ആസക്തികളെ നമ്മൾ പോലും ഓട്ടോമാറ്റിക്കലി ഓവർകം ചെയ്യുന്ന നിലയിൽ കരുത്തരായി തീരുന്ന കാഴ്ച നമുക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കാൻ, ഒരു യാഥാർത്ഥമായി അതിനെ അനുഭവിക്കാൻ, ജയം പ്രാപിച്ചവന്റെ മാനസിക അവസ്ഥയിൽ മനസ്സിൽ അല്പം പോലും കുറ്റബോധങ്ങളോ ലജ്ജയോ ഇല്ലാതെ ദൈവസന്നിധിയിൽ ആഹ്ലാദ ചിത്തരായി നിൽക്കാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ഫ്രണ്ടായി നമുക്ക് ഹോളി സ്പിരിറ്റിനെ മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന ആത്മീക നിലയുടെ ആ സംതൃപ്തമായ അവസ്ഥയിൽ കർത്താവിൻ്റെ മുൻപിൽ ജീവിക്കാനായി വേണ്ട എല്ലാ സംവിധാനങ്ങളും തുറന്നു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായുള്ള ഒട്ടിച്ചേർന്നുള്ള നിലനിൽപ്പാണ് ഇതിൻ്റെ രഹസ്യത്തിൻ്റെ ഒന്നാം കാര്യം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഏറെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിശുദ്ധ ജീവിതത്തിൻ്റെ അളവും വളരെ കൂടുതലായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് ദൈവവചനം നമ്മളെ വിശുദ്ധരായി അംഗീകരിക്കുമ്പോഴും നമ്മളുടെ ഒരു ഇൻറ്റേർണൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് നമുക്കെല്ലാം. അതിനെ മാറ്റിക്കളയുന്ന, അതില്ലാതെ ചാരിതാർത്ഥ്യ ബോധത്തോടുകൂടെ ദൈവം മുൻപാകെ നിൽക്കാൻ നമുക്ക് ധൈര്യം നൽകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കൂടുതലായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ദിവസേന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സംസാരിക്കുക. കർത്താവിൻ്റെ ദാസനായ ബെനഹിൻ്റെ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ബുക്കൊന്ന് വായിക്കണം. ആ ബുക്കൊന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ അസാധാരണമായിരിക്കുന്ന പരിശുദ്ധാത്മാ അനുഭവത്തിന് വേണ്ടിയുള്ള ദാഹത്തെ അത് വർദ്ധിപ്പിക്കുന്നതാണ്. ആ ദൈവദാസൻ്റെ മിനിസ്ട്രിയുടെ ഫസ്റ്റ് സ്റ്റേജുകളിൽ, ആദിമ കാലഘട്ടങ്ങളിൽ താൻ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവുമായുള്ള ബന്ധം രൂപപ്പെടുത്തി എടുത്തു എന്നതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകളാണ് ആ ബുക്കിലുള്ളത്. നമ്മൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് വായിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവുമായി അതുപോലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അതൊന്ന് വായിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരാളോട് കൂടുതലായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തോട് അങ്ങോട്ട് പറയുക മാത്രമല്ല, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനും കൂടെ തയ്യാറാകില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കാൻ ഓരോ ദിവസവും കുറേ സമയം സ്പെൻഡ് ചെയ്യുക. ആ സമയം നിങ്ങൾക്ക് ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കാം. ഒരു സൈലൻറ്റ് വർഷിപ്പ് സോങ് ഇങ്ങനെ കേട്ടുകൊണ്ട് കണ്ണടച്ച് മൗനമായിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദൈവവചനം ഇങ്ങനെ എടുത്തിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. അല്ല, ഒരു സ്ഥലത്ത് മുട്ടുമേൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കമിഴ്ന്ന് കിടന്നാണ് കേൾക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചാരിയിരിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ആത്മീക സംതൃപ്തി ഏത് നിലയിലുള്ള ഒരു ശാരീരിക അവസ്ഥയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ നിലയിൽ നിങ്ങൾ അല്പനേരം നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിപ്പയർഡാക്കി വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വോയിസ് കേൾക്കാൻ നിങ്ങളെ തന്നെ പാകപ്പെടുത്തുക. ഓക്കെ, ഈ ഒരു ബന്ധം അങ്ങോട്ട് വളരാൻ തുടങ്ങും. അപ്പോൾ പലർക്കൊരു സംശയം തോന്നും, കർത്താവിൻ്റെ ദാസനെ, എന്നോട് എൻ്റെ മനസ്സ് തന്നെയാണോ അതോ പിശാചാണോ അതോ ദൈവം തന്നെയാണോ സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ അറിയും? ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ
ഇന്നേ നാഴിക വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം നിങ്ങൾക്ക് ഒന്നാമതായി കിട്ടും. സമാധാനം. അപ്പം നിറഞ്ഞ സമാധാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ. 2, നിങ്ങളുടെ ലൈഫിൽ 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ബുദ്ധിയെ ആ സമാധാനം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇന്നത്തെ സമാധാനമല്ല ടോപ്പിക്ക്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഗലാത്യ ലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള ഈ സഹവാസം ഒന്നാമതായി നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. 2ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനത്തെ ഉപയോഗപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ബൈബിളിനെ ഒരു ചരിത്ര പുസ്തകമായിട്ടും ദൈവിക ആലോചനകളുടെ ഗ്രന്ഥമായിട്ടും എല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ എനിക്കിത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമേറിയ മാന്ത്രിക ഗ്രന്ഥം പോലെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞത് തെറ്റിദ്ധരിക്കാനോ വിമർശിക്കാനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് പറയാനാണ്. അതായത് ഇതിലെ ഓരോ വരിയും ഒരു പ്രകൃത്യാതീത ശക്തിയെ വഹിക്കുന്ന അക്ഷരക്കൂട്ടുകളുടെ രഹസ്യമാണ് എന്ന് ഞാൻ അറിയുന്നു. ഇതിൻ്റെ ഓരോ വചനവും ഒരു അറയാണ്. ആ അറയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന അപാരമായ ദൈവശക്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള മഹാശേഷിയും ഇതിലെ ഓരോ തിരുവചനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ തുറക്കുന്ന, അതിനെ ആഗ്രഹത്തോടുകൂടെ കാണുന്ന, ജിജ്ഞാസയോടുകൂടി അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ കാത്തിരിക്കുന്നത് ലോകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത മതത്തിനപ്പുറത്തുള്ള ആത്മീയതയുടെ ഒരു അത്ഭുത ലോകമാണ്. ഞാൻ ദൈവത്തിൻ്റെ ജീവനുള്ള ഈ വചനത്തെ അതിൻ്റെ ജീവൻ കണ്ടെത്തുന്ന നിലയിൽ ധ്യാനിക്കാനും തുറക്കാനും വായിക്കാനും ഉപയോഗപ്പെടുത്താനും നിങ്ങളോട് ഹൃദയം തുറന്ന് ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് വലിയ ഉൾക്കാഴ്ച നൽകും. ദൈവത്തിൻ്റെ വചനത്തെ ജീവനുള്ളതായി തന്നെ കാണണം. ഇത് കേവലം നടന്നു കഴിഞ്ഞൊരു സംഭവമല്ല. ഇതിലെ ഒരു സംഭവം വായിച്ചാൽ, മലയാള മനോരമ പത്രത്തിലെ ഇന്നലത്തെ ഒരു വാർത്ത വായിച്ചാൽ അത് നടന്നു കഴിഞ്ഞ സംഭവമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അതിന് ഇന്നത്തെ ഫ്യൂച്ചർ ടെൻസിൽ യാതൊരു വിധമായ ഇൻവോൾവ്മെൻറ്റുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വചനത്തിലെ ഒരു സംഭവം നമ്മൾ വായിച്ചാൽ, ഞാൻ നിങ്ങളോട് വളരെ വ്യക്തതയോടുകൂടെ പറയട്ടെ, ആ സംഭവം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് തൽക്ഷണം നിങ്ങളുടെ പ്രശ്നത്തിലും അതുപോലെയുള്ള ഒരു ദൈവപ്രവൃത്തിയെ സംജാതമാക്കുന്ന അത്ഭുത കാഴ്ച കാണാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ശുദ്ധമായ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ പുലർത്തണം. മനസ്സാക്ഷിക്കകത്തൊരു ചെറിയ കല്ലുകടി ഉണ്ടായാൽ പോലും അത് അന്നേരം അങ്ങ് ക്ലിയർ ചെയ്തേക്കണം. ഒരു പക്ഷേ ഒരു കുഞ്ഞിനോട് ക്ഷമ പറയാനായിരിക്കും നമുക്ക് തോന്നൽ വരുന്നത്. അങ്ങ് പറഞ്ഞേക്കണം. കാരണം നമ്മുടെ മനസ്സിനകത്ത് ദൈവം നൽകുന്ന ആ പ്യുവർ ഹാർട്ട്, അതിനകത്ത് നമുക്കറിയാലോ, നമ്മൾ എന്നാ സുന്ദരനാണെങ്കിലും എന്നാ സുന്ദരിയാണെങ്കിലും നമ്മുടെ കണ്ണിലൊരു കരട് പോയാൽ നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കുമോ? മര്യാദയ്ക്ക് ഇരിക്കത്തില്ല. നമ്മൾ എന്നാ കല്യാണത്തിൽ പങ്കുചേരുകയാണെന്ന് പറഞ്ഞാലും, ഈ എന്നാ മേജർ കേസിനകത്ത് നമ്മൾ ഇടപെടുക എന്ന് പറഞ്ഞാലും, കണ്ണിൽ കരട് പോയിട്ടുണ്ടോ നമ്മൾ അവിടെ കിടന്ന് ഇല്ലാത്ത ബുദ്ധിമുട്ടെല്ലാം കാണിക്കും. നമുക്ക് ആ സമയത്ത് നമ്മുടെ കണ്ണാണ് വലുത്. നേരല്ലേ? ഇതുപോലെ ആയിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ മനസാക്ഷി. അതിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് എടുത്ത് കളയാതെ നിങ്ങൾ ഉറങ്ങരുത്. ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ പറയുകയാണ്. നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെക്കാൾ ചെറുതെന്നൊക്കെ നമ്മൾ കരുതുന്ന മനുഷ്യരുടെ മുമ്പിൽ താഴേണ്ടതായിട്ട് വരും. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ ആളല്ലേ? താണോണം. ഒരു കാരണവശാലും തലക്കനവും കൊണ്ടിരിക്കരുത്. നമ്മുടെ ആത്മാവിൻ്റെ നയനങ്ങൾ മനോഹരമായിരിക്കണമെങ്കിൽ ഈ കാര്യം വളരെ ജാഗ്രതയോടുകൂടെ പുലർത്തണം. നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത് ഒരു കല്ലുകടിയും ഉണ്ടാകാൻ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മനസ്സാക്ഷിയെ, നിർമ്മല മനസ്സാക്ഷിയെ ഒരു കുഞ്ഞുവാവയെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കണം. ഓക്കെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നീണ്ട പ്രാർത്ഥനകൾ, നിങ്ങളുടെ വചനധ്യാനം, അത് നീണ്ടു നിൽക്കുന്നൊരു വിശുദ്ധ ജീവിതത്തിൻ്റെ രഹസ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തും. സ്വാഭാവികമായിട്ടും 1-2 ദിവസം പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ പിന്നെയും പഴയപടി ആകുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ അത് നിങ്ങൾ 1, 2, 3, 4, 5, 6, 1 മാസം, 2 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം, 10 വർഷം, 20 വർഷം, ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജീവിത യാത്രയിൽ
കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഹാനോക്കിനെ പോലെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതിലുപരിയായുള്ള വിശുദ്ധിയുടെ ശക്തി ഉണ്ടാവും. നമ്മൾക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിനെ കാണണമെന്ന്. നമുക്കെല്ലാം ഇഷ്ടമാണ് യേശുവിനെ കാണാൻ, ദൈവപിതാവിൻ്റെ മുഖം നമുക്ക് ദർശിക്കാൻ നമുക്കെല്ലാവർക്കും കൊതിയാണ്. ഈ നിലയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുങ്ങി വരുന്നൊരു മനുഷ്യൻ്റെ കൺമുമ്പിൽ, ഇത്രത്തോളം തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു ജീവിതം നയിക്കാൻ സമർപ്പിതനാകുന്ന ഒരു മനുഷ്യൻ്റെ കൺമുമ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൗതിക ലോകത്ത് അവർ ജഡശരീരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദൈവാനുഭവം പ്രാപിപ്പാൻ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് സഹായിക്കും. ഇനിയും 4-ാമത്തെ കാര്യം, ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊരു വിഷമം തോന്നും, എന്നാലും ഞാൻ പറയും, കാരണം എൻ്റെ അനുഭവമാണ്. ഉപവാസം അനുഷ്ഠിക്കണം. ഒരു ദൈവ പൈതലിൻ്റെ ലൈഫിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പവർഫുള്ളായ ഒരു വെപ്പണാണ്. ഞാൻ എല്ലാവരോടും പറയും, ഫാസ്റ്റിംഗ് എടുക്കുന്നവർ മറ്റുള്ളവരെക്കാൾ ഫാസ്റ്റ് ആയിരിക്കും. അവരുടെ മിനിസ്ട്രി ഫാസ്റ്റ് ആയിരിക്കും, അവരുടെ ബ്ലെസ്സിങ്ങുകൾ ഫാസ്റ്റ് ആയിരിക്കും, അവരുടെ ശുശ്രൂഷയുടെ വളർച്ച വേഗതയിലായിരിക്കും, അവരുടെ ലൈഫിൽ അവർ സെറ്റിൽഡാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഉപവസിക്കുന്നവനൊരു പ്രത്യേക വേഗതയുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ താല്പര്യങ്ങളെ അനുവദിച്ചു കൊടുക്കാതെ, ആഹാരം വേണ്ട, ആ സമയവും കൂടെ ഞാൻ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമെന്നുള്ള ജീവിത നിഷ്ഠയോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ കാമക്രോധാദികളെ ശമിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഉപവാസത്തെ അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ശക്തി വളർത്തിയെടുക്കാൻ നിങ്ങളെ ശരിക്കും സഹായിക്കും. അത് ജഡത്തെ മർദ്ദിക്കുന്നൊരു പരിപാടിയാണ് ഉപവാസം എന്ന് പറയുന്നത്. ആത്മാവിനെ ശക്തിപ്പെടുത്തും, ജഡത്തെ മർദ്ദിക്കും. ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപവാസം നമ്മളെ വലിയ തോതിൽ സഹായിക്കും. ഞാൻ ദൈവവചനത്തിലെ തന്നെ ഒന്നുണ്ട് ഉദാഹരണം, ദൈവത്തിൻ്റെ വലിയ ദാസന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷകരായിരുന്ന വിശുദ്ധ ബൈബിളിലെ വ്യക്തികളായിരിക്കുന്ന കർത്താവായ യേശു, മോശ, ഏലിയാവ്, ദാനിയേല്, ഇനി കൂടുതൽ പറയണ്ടല്ലോ, പൗലോസ്ലീഹ, ഇവരെല്ലാവരും ഉപവാസം അവരുടെ ജീവിതത്തിൻ്റെ നിഷ്ഠയാക്കിയവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപവാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടത്തെ അത്രയും ലോക ഇമ്പങ്ങളിലേക്ക് പോകാനുള്ള ത്വര ഉണ്ടാകുകയില്ല. അവർക്ക് തങ്ങളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി അവർ ദൈവകൃപയാൽ ആർജിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുക. ചിലരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന ചില ചാബല്യങ്ങൾ വിട്ടുപോകാൻ ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും പാലിക്കുക. 5-ാമത്തെ കാര്യം, നമ്മളുടെ ലൈഫിൽ പാപം സംഭവിക്കുന്നത് ചില സാഹചര്യങ്ങളുടെ ബേസിലാണ്. അപ്പോൾ പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പാപം ഏത് സാഹചര്യത്തിലാണ് എന്നെ പിടികൂടുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ജഡീക വീഴ്ച ഏതാണ്? അതിനൊരു സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷൻ ഒരുങ്ങി വന്നാലേ അത് നടക്കുകയുള്ളൂ. ആ സിറ്റുവേഷനെ മനഃപൂർവ്വം ദൈവശക്തിയോടെ ശാസിക്കാൻ തയ്യാറാകണം. എൻ്റെ ഈ മൊമെൻറ്റ്, എൻ്റെ ഈ സമയം, എൻ്റെ ഇന്ന മേഖലകൾ, ആ സമയത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ ആ വ്യക്തിയുമായി ഇടപെടുമ്പോൾ, ഞാൻ ആ സ്ഥലത്ത് പോകുമ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കുമ്പോൾ എനിക്ക് നേരെ കയറി വരുന്ന പാപത്തിൻ്റെ പ്രലോഭനവും അതിലെന്നെ വീഴിക്കാൻ വേണ്ടി കൂട്ടത്തോടെ എന്നെ അതിലേക്ക് തള്ളിയിടാൻ വേണ്ടി അതിശക്തമായി കയറി വരുന്ന പൈശാചിക പ്രലോഭനത്തിൻ്റെ ആത്മാക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഞാൻ അതിൻ്റെ വഴിയെ അടയ്ക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ അതിനെ അതിർത്തിയിടുന്നു. നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ കർത്താവിലുള്ള വിശുദ്ധമായ നിലനിൽപ്പ് സാധ്യമാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമത്തെ ദൈവം കാണാതിരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ മുൻകൂർ തയ്യാറെടുപ്പ്. ജലപ്രളയത്തിന് മുമ്പ് പെട്ടകം ഉണ്ടാക്കിയ നോഹയായിരിക്കണം നീ. ആമേൻ. ചില വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് നീ കൃപയ്ക്കകത്ത് മറഞ്ഞോണം. മനസ്സിലാവുന്നുണ്ടോ? ചില പ്രശ്നങ്ങൾ, കോളിളക്കങ്ങൾ, പേമാരികൾ വരും ജീവിതത്തിൽ. വരത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ അങ്ങനെയുള്ള പാപത്തിൻ്റെ പേമാരികൾ പെയ്തിറങ്ങുമ്പോൾ നീ ദൈവകൃപയുടെ പേടകത്തിനകത്ത് മുൻകൂർ കയറി വാതിലടച്ചോണം. ആ പുറത്തെന്നാ നടന്നാലും
ക്രോധം കടന്നു പോകുമ്പോഴും നീ അല്പനേരം അറയ്ക്കകത്തിരിക്കുക എന്നുള്ള വചനം പോലെ നമ്മൾ ചില സമയങ്ങൾ അകത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാപത്തിൽ നിന്ന് നമ്മൾ അകലം പാലിക്കുവാൻ, അതിൻ്റെ സാഹചര്യങ്ങളെ ശാസിക്കുവാൻ തയ്യാറാകണം. നമ്മളെ ആത്മീകമായി സംരക്ഷിക്കുന്ന ചില നല്ല കർമ്മങ്ങളുണ്ട്, അത് അനുഷ്ഠിക്കണം. ഒരുപക്ഷെ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സുവിശേഷം പങ്കുവെച്ചാൽ, വേറെ ഒരാൾക്ക് വേണ്ടി മനഃപൂർവ്വമായി അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ, ഒരു നല്ല കൂട്ടായ്മയിൽ പങ്കുചേർന്നാൽ, നന്നായിട്ട് ആത്മാവിൽ പാടി ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ എബിലിറ്റി അല്പം കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാത്താനെ എതിർത്ത് നിന്നുകൊണ്ടുള്ളതായ ഒരു ആത്മീക ജീവിതത്തിനായി നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭക്തിയുള്ള മനുഷ്യരുമായി, ദൈവകൃപയുള്ള മനുഷ്യരുമായി നിങ്ങൾ സമയം ചെലവഴിക്കണം. പാപത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. 6-ാമത്തെ കാര്യം അതാണ്. പാപത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ അവർ പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും തലത്തിലായിരിക്കും അത് ആസ്വദിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് ഒരു അകലം പാലിക്കണം. എന്തിനാണ് അകലം പാലിക്കുന്നത്? അവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് പാപത്തെ ജയിക്കേണ്ടതിനാലാണ്. ആ ഒരു അനുഭവത്തിൻ്റെ ശക്തി നമ്മുടെ ലൈഫിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതിന് വേണ്ടിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ വിമർശിക്കണമെന്നുള്ളൊരു താല്പര്യം മനസ്സിൽ വെച്ചേക്കും. ഞാൻ ഈ പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സാധാരണക്കാരായ മനുഷ്യർ, അവർക്കറിയാം അവരുടെ വ്യക്തിജീവിതം. അതുകൊണ്ട് അവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഹമാർട്ടിയ എന്ന് പറഞ്ഞ് ലക്ഷ്യം തെറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ബൈബിൾ ക്ലാസ് എടുക്കലല്ല, പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ആത്മിക രഹസ്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകലാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു മനുഷ്യനെയും വെറുക്കുവാനല്ല ഞാൻ പറഞ്ഞത്. ചില പാപ സ്വഭാവങ്ങൾ നിങ്ങളെ പിടിച്ച് ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കണം. ഉദാഹരണം, നിങ്ങളുമായി ഒരു വ്യക്തിക്ക് ഒരു ശാരീരിക അടുപ്പം നടത്താൻ താല്പര്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ നിങ്ങളെ സെക്ഷുവലി ആ നിലയിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾ സമയം ചെലവിട്ടാൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെടാനുള്ള സാധ്യത നിശ്ചയമായും സംഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ബോധപൂർവം ജോസഫിനെ പോലെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. ചിലയിടങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ചില മനുഷ്യരുടെ മദ്യസൽക്കാരത്തിനകത്തേക്ക് കുടിക്കാത്തവൻ പോലും കള്ളുകുടിയനായി മാറുന്നത് പ്രലോഭിപ്പിച്ച് ചെറിയൊരു അല്പം മദ്യം അവർക്ക് നൽകുന്നതിലൂടെയാണ് മുക്കുടിയന്മാരായ പലരും ജനിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളതായ പ്രലോഭന സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ തന്നെ ഒഴിവാക്കി നിർത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവുമായുള്ള നിർമ്മല മനസാക്ഷിയെ നിലനിർത്തുന്നതിൽ നിങ്ങളെ വലിയ തോതിൽ സഹായിക്കും. ദുഷ്ട മനുഷ്യരുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ദുർസംസർഗം നമ്മളെ മലീമസമാക്കുന്നു എന്നുള്ളതായ വചനം നിങ്ങൾ മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ 15:33 ഇത്തരത്തിൽ നിങ്ങളോട് ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും 7-ാമത്തെ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു നിൽക്കുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തിൻ്റെ ആയുധങ്ങളെ ധരിക്കുക. എഫേസ്യ ലേഖനത്തിൽ നമുക്കറിയാം 6-ാം അധ്യായം 11-ാമത്തെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് സാത്താനോട് എങ്ങനെ എതിർത്ത് നിന്ന് യുദ്ധം ചെയ്യണമെന്നുള്ളതായ കാര്യം. സോ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുന്ന ആളായിരിക്കണം. ഞാൻ കർത്താവിൻ്റെ സർവായുധ വർഗം എങ്ങനെ നമ്മുടെ ലൈഫിൽ ധരിക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ കാര്യം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. എങ്കിലും പറയട്ടെ, വിശ്വാസത്താലാണ് ദുഷ്ടന് തീയമ്പുകൾ കെട്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ നേരെ ദൂരെ നെയ്യുന്ന പലതിനെയും തടയണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം നമുക്ക് അനിവാര്യമാണ്. 8-ാമത്തെ കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വേണം ദൈവത്തോട്, ദൈവത്തിൻ്റെ വിളിയോട്, ദൈവത്തിൻ്റെ അഭിഷേകത്തോട്, നിങ്ങൾ ഏറ്റെടുത്ത ദൈവിക പദവികളോട് നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം. ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. വളരെ ആത്മാർത്ഥത വേണം, നല്ല സമർപ്പണം വേണം, ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ കർത്താവിനോടുള്ളതായ ഒരു നല്ല സമർപ്പണം നിങ്ങൾക്ക് വേണം. നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ സമർപ്പിക്കണം.
തിരിഞ്ഞു നോക്കരുത്. കർത്താവെ, ഞാൻ ഇതിനായിട്ട് എന്നെ തരുന്നു എന്നുള്ള നിലയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളെ ദൈവത്തിനായി കൊടുക്കുമ്പോഴാണ് അതിന് മേൽ ഫലമുണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞ വഴിയെ നടക്കണം. അരുതാത്തതിനോട് നോ പറയാൻ നിങ്ങൾ തയ്യാറാകണം. ആമേൻ. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം കൂടുതൽ ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ തന്നെ ജീവിതത്തിലെ പരിമിതികളെ അയാൾ മറികടക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വചനം ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഈ വചനം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എപ്പോഴും ആ ഒരു നോട്ടം നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാകണം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. അപ്പോൾ മുൻപേ ആ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനുള്ള ഒരു താല്പര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 9-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ തീവ്രമായ അനുഭവങ്ങളെ ഏറ്റെടുക്കാനുള്ള ദാഹം ഉണ്ടാകണം. ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി, നോ, എനിക്ക് ഇതിനപ്പുറത്തേക്ക് പോകണമെന്നുള്ളൊരു കൊതി. ദൈവമേ, എന്നെ കൂടുതലായി ഉപയോഗിക്കണം, പരിശുദ്ധാത്മാവെ എനിക്ക് കൂടുതലായുള്ള ആത്മാവിൻ്റെ അനുഭവങ്ങളെ തരണമേ എന്നുള്ള നിലയിൽ നമുക്ക് കൂടുതലായുള്ള ദാഹം വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ വിശുദ്ധ ജീവിതം സാധിക്കത്തില്ല. ദൈവം നമ്മളെ തൻ്റെ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യണം. ആത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകം പ്രാപിക്കണം. ഞാൻ പവർ അനോയിൻറ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുള്ളൊരു അഭിഷേകം. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. 2 ടൈപ്പ് അനോയിൻറ്റിങ്ങുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകം വേണം. അതിലേക്ക് വളരുവാനുള്ള വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മൂല്യവത്തായ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകന്മാരെല്ലാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയിലാണ്, കേവല സാന്നിധ്യത്തിലല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയിലാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവരാജ്യത്തിലെ മൂല്യമുള്ള ശുശ്രൂഷകരെല്ലാം അവരോടൊക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് മൂല്യമില്ലെന്നുള്ളതല്ല. ദൈവം നിങ്ങളെ ഒരു സാധാരണ മനുഷ്യനെ ഉപയോഗിക്കുന്നതിനേക്കാളും അസാധാരണമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കേവല സാന്നിധ്യം മാറി അതൊരു സമൃദ്ധമായ സാന്നിധ്യത്തിലേക്ക് തിരിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ദൈവകരങ്ങളിൽ അതുല്യമാം വിധം പ്രയോജനപ്പെടുന്ന ദൈവമനുഷ്യന്മാരെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി തങ്ങളുടെ ജീവിതത്തിൽ ചുമക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയും ചുമക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം. അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈ ശക്തി വിശുദ്ധിക്കുള്ള ശക്തിയാണ്, സാക്ഷീകരണത്തിനുള്ള ശക്തിയാണ്, ശുശ്രൂഷ വിജയകരമായി ചെയ്യാനുള്ള ശക്തിയാണ്, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നടന്ന് കയറാനുള്ള ശക്തിയാണ്, സാത്താൻ്റെ മേൽ എന്നും വാഴ്ച നടത്താനുള്ള ശക്തിയാണ്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയാണ്, സ്വന്തം ജഡിക താല്പര്യങ്ങളെ അമർച്ച ചെയ്യാനുള്ള ശക്തിയാണ്, ഈ ലോകത്തിൽ തേജസ്സുള്ളൊരു ജീവിതം നയിക്കാനുള്ള ദൈവശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കൃത്യമാംവിധം പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം കേവലം ഒരു നിമിഷത്തെ അനുഭവമല്ല, ഒരു ദിവസത്തെ പരിശീലനമല്ല. അതൊരു ജീവിത കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു വിശുദ്ധ യാത്ര തന്നെയാണ്. ആ യാത്രയെ സമ്പന്നമാക്കണമെങ്കിൽ ചെരുപ്പുകൾ വേണം, ആഹാരം വേണം, വിശ്രമം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മളൊരു യാത്ര പോകുമ്പോൾ യാത്ര നേരാവണ്ണം നടക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. ഫാസ്റ്റിങ്ങും നിങ്ങളുടെ ഒരു സെൽഫ് കൺട്രോളിങ്ങും നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ കഴിയണം. നമ്മളുടെ ജീവിതത്തിൽ പാപത്തെ ഒഴിവാക്കാനും പാപപരമായ ബന്ധങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവരുമായുള്ള അസോസിയേഷൻസിനെ ഇല്ലാതാക്കാനും നമുക്കൊരു ധൈര്യം വേണം. പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം നമുക്ക് വേണം, ഒരു കൂട്ടായ്മ നമുക്ക് വേണം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ ഒബീഡിയൻ്റ് ആയിരുന്ന ഒരു നല്ല മനോഭാവം നമുക്ക് വേണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുക. നിങ്ങളെ വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വ്യക്താവായി തീരാൻ കർത്താവ് വിളിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു വിശുദ്ധ ജീവിത യാത്ര നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ. ബൈബിൾ ഒരു 10-20 അധ്യായം വായിക്കാൻ തയ്യാറായാൽ തന്നെ അവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റം വരും. അന്യഭാഷ ലഭിച്ചിട്ടുള്ളവർ ഒരു ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ ലൈഫിൽ കൃപാവരത്തിൻ്റെയും ദൈവശക്തിയുടെയും തലം വളരെ വലുതാകുന്നത് കാണാൻ കഴിയും. അങ്ങനെയുള്ള കൃപ ലഭിച്ചിട്ടില്ലാത്തവർ അത്തരം കൃപാദാനങ്ങളാൽ നിറയപ്പെട്ട മനുഷ്യരെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും കൂടുതലായി ദൈവാനുഭവങ്ങളെ പ്രാപിപ്പാൻ അത്തരം പ്രാർത്ഥനാ കൂട്ടായ്മകൾ അവരെയും സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ദൈവികമായ ഉണർത്തലുകളിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന കുറേ വിഷയങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന നല്ല പ്രവൃത്തി യേശുക്രിസ്തുവിന്റെ നാളോളം കർത്താവ് അതിനെ തികയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈബിൾ നമ്മളോട് പറയുന്ന രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ആക്കും. സമൃദ്ധമായ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ചാനൽ പരിചയമായല്ലോ. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ.